ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കടലമാവും പച്ചക്കായും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പച്ചക്കായ്ക്ക് പകരം നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചും വഴുതനങ്ങ വെച്ചും എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കായബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. അത് ഓവർ തിന്നായി പോവാതെ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിലിപ്പോൾ അല്പം ഉപ്പ് പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കായയിലെല്ലാം നന്നായി ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്പം മാത്രം ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിൽ 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 240 മില്ലി കപ്പിൽ 2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കായബജി നല്ല ക്രിസ്പിയായി വരാനാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഈ ബാറ്ററിലോട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കായയിൽ നമ്മൾ അല്പം ഉപ്പ് തിരുമ്പി വെച്ചതാണ്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വരേണ്ടത്. ഞാനിപ്പോൾ ഏകദേശം 240 മില്ലി കപ്പിൽ ഒരു 1.25 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഓരോ കായയുടെ പീസെടുത്ത് ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കായയുടെ ഓരോ പീസായിട്ട് ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇനി ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോ പീസായിട്ട് നമുക്ക് വെച്ചെടുക്കാം. ഇനി നമുക്കിതൊരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കായബജി 2 സൈഡും നന്നായി തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. കായബജി ഇപ്പോൾ റെഡി ആയിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്